അപ്പോൾ ശബ്ദമൊന്നും കേട്ട് പേടിക്കേണ്ട, നമ്മുടെ വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കുവാണ്. അപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞു ഉണ്ണീശോയുടെ ബഹളമാണ് കേൾക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഈ ഒരു ബഹളം പുറകിലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പുൽക്കൂട്, സ്റ്റാർ, ക്രിസ്മസ് ട്രീ എല്ലാം ഒരു ദിവസം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 1-ാം തീയതി ഇത്തവണ ഇടാൻ പറ്റിയില്ല, ഡിസംബർ 2-ാം തീയതിയാണ് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചത്. എത്ര ദിവസം ഇത് ഇരിക്കുമെന്ന് ഒരു പിടിയില്ല. കാരണം നമ്മുടെ കിച്ചുക്കുട്ടനെ ഏത് നിമിഷവും ഓരോന്നിനെയും വന്ന് പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സാധനങ്ങളെല്ലാം നമ്മളൊരു ബാസ്ക്കറ്റിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൊതിക്കെട്ടൊക്കെ അഴിച്ചെടുത്ത് എല്ലാവരെയും ഈ വർഷം വീണ്ടും തിരിച്ചു വെക്കുവാണ്. അപ്പോൾ അതൊന്നും അവിടെ ഉറച്ചിരിക്കുന്നില്ല. അതിന് മെയിൻ കാരണം മൂത്ത ആളാണ്. പുൽക്കൂട്ടിലിട്ടിട്ട് ബാക്കി വന്ന കച്ചിയെല്ലാം കൂടെ ഒരു സ്ഥലത്തോട്ട് മാറ്റി വെച്ചിരുന്നു. ആ കച്ചിയെല്ലാം അവൻ കൊണ്ട് വീണ്ടും വെച്ചിട്ടുണ്ട്. ആ കച്ചി എല്ലാം കൂടെ വെച്ചാലേ പുൽക്കൂട് വലുതാകത്തുള്ളൂ എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു രാജാക്കന്മാരും കുതിരയും കഴുതയും എല്ലാവരും അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്, മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഈ ഒരുക്കങ്ങളൊക്കെ ക്രിസ്മസ് വരെ പോകുന്ന സംശയമാണ്. കാരണം കുഞ്ഞ് ഓരോ പ്രാവശ്യവും മുറ്റത്തോട്ട് ഇറങ്ങുമ്പോഴും ഓരോ ബോളും ഓരോ ബെല്ലും കൊണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇപ്പം ഫുൾ ടൈം ഫ്രണ്ടിലത്തെ ഡോർ അടച്ചിട്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിനുങ്ങുന്ന സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. പിന്നെ കുറേ നമ്മുടെ സ്ഥിരം ഈ ഒരു LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ. ലൈറ്റിൻ്റെയും പ്രകാശത്തിൻ്റെയൊക്കെ കൂടെ ഒരു പ്രത്യേക മാസമാണ്. കൂടെ തണുപ്പും പിന്നെ കാണാനായിട്ട് എല്ലാ വീട്ടിലും ഇതേപോലെ തന്നെ മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകളും സ്റ്റാറും എല്ലാം കൂടി ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കുഞ്ഞ് കുറച്ചുകൂടെ കുഞ്ഞായതുകൊണ്ട് ആ ഒരു ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൻ ഇതെല്ലാം ഒന്ന് പിടിച്ച് വലിക്കാനായിട്ടുള്ള അലയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെ. കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ് ഇതൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചിരിക്കുകയാണ്. കൊച്ചാളെക്കാട്ടിലും മൂത്താളാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിങ്ക് ലൈറ്റും ഗ്രീൻ ലൈറ്റും എല്ലാം മിന്നിത്തിളങ്ങി നിൽപ്പുണ്ട്. അപ്പം എല്ലാ വീട്ടിലും കാണുന്ന ഒരു കാഴ്ചയൊക്കെയാണ് ഇത് ഈ ഒരു ഡിസംബർ മാസത്തിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മാസവും കൂടെയാണ് ഡിസംബർ അല്ലേ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം അങ്ങോട്ട് കൊണ്ടുപോയി. ഇതിനിടയിൽ തന്നെ 1000 ചോദ്യങ്ങളിൽ ഉത്തരങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ക്രിസ്മസിൻ്റെ ആരംഭം തൊട്ട് ഓരോ ക്രിസ്മസിന് ഇതേപോലെ സെറ്റ് ചെയ്യുമ്പോഴും എല്ലാ കാര്യങ്ങളും പറഞ്ഞു വേണം പോകാനും. കാരണം മൂത്തവന് ഭയങ്കര സംശയമാണ്. അങ്ങനെ സ്റ്റാർ എന്തിനാ, ക്രിസ്മസ് ട്രീ എന്തിനാ, ഓരോരോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് അവസാനം നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുൽക്കൂടൊക്കെ വെച്ച് കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഔസേപ്പിതാവ് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇടുമ്പോഴുള്ള അവസ്ഥ ഇതൊന്നുമല്ല. വീഡിയോ ഈ നമ്മുടെ പുൽക്കൂട് സെറ്റ് ചെയ്തിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ഈ വീഡിയോ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഈ ഒരു കഴുതയും ആടും ഒന്നും ശരിക്കും പറഞ്ഞാൽ അതിലില്ല എന്നൊക്കെ തന്നെ പറയണം. ഓരോരുത്തരും എവിടെ നിന്നൊക്കെയോ കിട്ടുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു സന്തോഷം കണ്ടെത്തണമല്ലോ. കാരണം ഇവർ ഈ ചെറുതായിരിക്കുന്ന ആ ഒരു പ്രായമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. പിന്നെ ഈ ഒരു സന്തോഷവും സംശയം ചോദിക്കലും ഒക്കെ പിന്നെ നമുക്ക് ശരിക്കും മിസ് ചെയ്യും. ഇങ്ങനെയുള്ള ആഘോഷകാലം വരുമ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ ചെറുപ്പകാലം ഓർത്തു പോകും. അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ ചെറിയ ക്രിസ്മസ് ഒരുക്കങ്ങളും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ സ്റ്റാറും പുൽക്കൂടും ഒക്കെ ഇട്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്ന പോലെ, അതേപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.